സംസ്ഥാനത്ത് CPM-ന്റെ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇഡി കണ്ടുകെട്ടിയ പണം നിക്ഷേപകർക്ക് തിരികെ നൽകുന്നത് പരിശോധിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകി. ആലത്തൂരിലെ എൻഡിഎ സ്ഥാനാർത്ഥി TN സരസുവിനാണ് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയത്. सरसुजी नमस्कारम सुखमानो सुगम तन्ने सरसुजी I would like to tell you that I will take the legal advice and whatever property the ED will attach and the money are involved of the common man's money, I will see that each and every paisa should return to the person concerned, and that we will do that. So on behalf of me, you can promise them that whatever property attached by the ED, that money will be returned to the people, those who have invested in the bank. So Professor Sarjuji, you have done so much work among the youth in Kerala. What will be your plan after becoming a member of parliament? വിവരങ്ങൾ നൽകാൻ അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ആലത്തൂരിലെ എൻഡിഎ സ്ഥാനാർത്ഥി വലിയ ആഹ്ലാദത്തിലായിരിക്കുമല്ലോ, കാരണം അപ്രതീക്ഷിതമായി എത്തിയ VVIP കോൾ അത് സ്വീകരിച്ചതിൻ്റെ എന്തെല്ലാം ഉറപ്പുകളാണ് പ്രധാനമന്ത്രിയെ സഹകരണ ബാങ്ക് തട്ടിപ്പിനിരയായവരുമായി ബന്ധപ്പെട്ട് ആലത്തൂരിലെ എൻഡിഎ സ്ഥാനാർത്ഥിക്ക് നൽകിയത്? ലക്ഷ്മി, തീർച്ചയായും ഇന്ന് ഉച്ചയോടുകൂടെയാണ് ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥിയായ ഡോക്ടർ TN സരസുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഫോണിൽ നേരിട്ട് വിളിക്കുന്ന സംഭവം ഉണ്ടായത്. ആദ്യം ഫോൺ എടുത്തപ്പോൾ ആരാണെന്ന് സരസുവിന് മനസ്സിലായിരുന്നില്ല. പക്ഷേ ശബ്ദം കേട്ടപ്പോൾ പ്രധാനമന്ത്രിയാണെന്ന് തിരിച്ചറിയും വലിയ സന്തോഷത്തിലാവുകയുമായിരുന്നു. തുടർന്ന് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് ആരായുകയുണ്ടായി പ്രധാനമന്ത്രി. അതിനുശേഷമാണ് പ്രധാനമന്ത്രിയോട് ഡോക്ടർ TN സരസു കേരളത്തിലെ സ്ഥിതിഗതികൾ പറഞ്ഞത്. അതിൽ പ്രത്യേകിച്ച് അവർ പറഞ്ഞത് സഹകരണ മേഖലയിൽ വലിയ കൊള്ള ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുന്നിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സഹകരണ മേഖലയിലെ കേരളത്തിലെ ഈ ഒരു സാഹചര്യം സരസു പ്രധാനമന്ത്രിയോട് ചൂണ്ടിക്കാട്ടിയത്. പ്രധാനമന്ത്രി ഉടൻ തന്നെ അതിന് മറുപടിയായിട്ടാണ് ഇത്തരത്തിൽ പറഞ്ഞത്. താൻ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, ഏതായാലും ശക്തമായ നടപടി ഇത്തരത്തിൽ സഹകരണ മേഖലയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടി ഉണ്ടാവുമെന്നുള്ളൊരു ഉറപ്പ് അവർക്ക് പ്രധാനമന്ത്രി നൽകുകയുണ്ടായി. സാധാരണക്കാരുടെ പണം ഒരിക്കലും നഷ്ടമാവുകയില്ല. ഓരോരുത്തരുടെയും പണവും അവരുടെ വസ്തുക്കളും ഒക്കെ തിരികെ അവർക്ക് തന്നെ കിട്ടും. അതിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് ജനങ്ങളോട് പറഞ്ഞോളൂ. അതേതായാലും മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഏതായാലും സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കരുവന്നൂർ മാത്രമല്ല, നമുക്കറിയാം നിരവധി സഹകരണ ബാങ്കുകളിൽ കേരളത്തിൽ പലതരത്തിലുള്ള അഴിമതികൾ ഉണ്ട്. അത് പ്രത്യേകിച്ചും CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചാണ് വലിയ അഴിമതി ആരോപണങ്ങൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഇതിലൊക്കെ തന്നെയും വലിയ നടപടികൾ ഉണ്ടാവും. ശക്തമായ രീതിയിൽ EDയും മറ്റുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടി ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ TN സരസുവിനോട് പ്രധാനമന്ത്രി പറഞ്ഞത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ഏതാനും വനിതാ സ്ഥാനാർത്ഥികളുമായി ഇത്തരത്തിൽ ഫോണിൽ സംവദിച്ചിട്ടുണ്ട്. സന്ദേശ് ഗാലിയിലെ ഇരയുൾപ്പെടെയായിട്ടുള്ള ആളുകളോടും സമാനമായ രീതിയിൽ സ്ഥാനാർത്ഥിയോടും സമാനമായ രീതിയിൽ അദ്ദേഹം സംവദിച്ചിട്ടുണ്ട്. ഏതായാലും വനിതാ സ്ഥാനാർത്ഥികളെ നേരിൽ വിളിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പ്രചാരണം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ ആരായുന്നു എന്നുള്ളത് ഏതായാലും പ്രധാനമന്ത്രി സ്ത്രീകൾക്കും അതുപോലെ തന്നെ വനിതാ സ്ഥാനാർത്ഥികൾക്കും ഒക്കെ എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടെയാണെന്ന് BJP വൃത്തങ്ങൾ ഏതായാലും പറയുന്നുണ്ട്. ഏതായാലും BJP സ്ഥാനാർത്ഥിയായ TN സരസുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദമാണ്. സരസു 2019 BJPയിൽ ചേരുന്നത്. നമുക്കറിയാം വിക്ടോറിയ കോളേജിൽ 2016 കാലഘട്ടത്തിലാണ് TN സരസു അവരുടെ പ്രിൻസിപ്പളായി വിക്ടോറിയ കോളേജിൽ ജോലി ചെയ്തു വരുന്ന കാലഘട്ടത്തിൽ 2016 മാർച്ച് 31 അവർ വിരമിക്കുന്ന വേളയിൽ SFI അവർക്ക് കുഴിമാടം തീർക്കുകയും അത് വലിയ വാർത്തയാവുകയുണ്ടായി. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്ത വലിയൊരു വിഷയമായിരുന്നു SFI ഇത്തരത്തിലൊരു പ്രിൻസിപ്പലിനെ കുഴിമാടം തീർത്തു എന്നുള്ള വാർത്ത. ഏതായാലും വളരെ ദുഃഖമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. SFI
ഐയുടെ ആ ക്രൂരമായിട്ടുള്ള നടപടി മൂലം ഉണ്ടായത്. പിന്നീട് അതിനെതിരെ വലിയ രീതിയിൽ അവർ രംഗത്ത് വരികയും പിന്നീട് വിദ്യാർത്ഥികൾക്ക് നേരെ ഉൾപ്പെടെ എടുത്ത കേസ് പിൻവലിക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഏതെങ്കിലും തരത്തിൽ ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള മനോഭാവത്തിൽ ആ കേസിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഏതായാലും നിലവിൽ അത്തരത്തിൽ SFIയുടെ വലിയ ക്രൂരതയ്ക്കും മറ്റും ഇരയായിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ അവർ ഏതായാലും ആലത്തൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി NDA സ്ഥാനാർത്ഥിയായി എത്തിയത് തന്നെ വലിയൊരു സർപ്രൈസ് ആയിട്ടായിരുന്നു. അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി ആലത്തൂർ മാറുകയാണ് അതോടെ. തീർച്ചയായും ലക്ഷ്മി, ആലത്തൂർ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നേരത്തെ BDJS-നായിരുന്നു, അതായത് ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ TN സരസു ടീച്ചർ തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടി ചേരുന്നുണ്ട്. ടീച്ചർ എന്തായാലും ആദ്യം തന്നെ വിജയാശംസകൾ നേർന്നുകൊള്ളട്ടെ. പര്യടനമെല്ലാം അങ്ങനെ സജീവമായി മുറക്കി നടക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. ഒപ്പം തന്നെയാണ് ഉച്ചയ്ക്ക് അപ്രതീക്ഷിതമായി നാടിൻ്റെ പ്രധാന സേവകൻ്റെ കോൾ ടീച്ചറെ തേടിയെത്തുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്ഥാനാർത്ഥി ഇത്തരത്തിൽ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്തരത്തിൽ നാടിൻ്റെ പ്രധാന സേവകൻ്റെ ഉറപ്പ് തന്നെ അവരിലേക്ക് എത്തിക്കാൻ സാധിക്കും ഈ സഹകരണ കോളയുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് വലിയൊരു സന്തോഷമാണല്ലോ അല്ലേ ടീച്ചർ? തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇന്നത്തെ ദിവസം ഒരു ബ്ലെസ്ഡ് ഡേ ആയിട്ടാണ് ഞാൻ കരുതുന്നതെന്നാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്. ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കോളായിരുന്നു. അദ്ദേഹം കേരളത്തിൽ നിന്ന് എന്നെ മാത്രമാണ് വിളിച്ചതെന്നാണ് ഞാൻ കേട്ടത്. എന്റെ അടുത്ത് പറഞ്ഞത് എന്നിൽ വിശ്വാസമുണ്ട്, തീർച്ചയായിട്ടും ഞാൻ ജയിക്കും, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി. പിന്നെ 1-2 കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. ഇവിടുത്തെ ചില പ്രശ്നങ്ങൾ, കോളേജിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ചോദിച്ചു. ഞാൻ വിക്ടോറിയയിലായിരുന്ന സമയത്ത് ഉണ്ടായ പ്രശ്നത്തെ പറ്റി ചോദിച്ചു. പിന്നെ എങ്ങനെ ഇതൊക്കെ പ്രചാരണമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു. പിന്നെ ഇവിടുത്തെ നമ്മുടെ എന്താ പറയാ കേരളത്തിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ, മറ്റേ ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ അവിടെ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അതൊക്കെ പരിഹരിക്കാനായിട്ട് പുള്ളി ചെയ്യുമെന്നൊക്കെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അതാണ് സംഭാഷണം നടന്നിട്ടുള്ളത്. ഓക്കെ ടീച്ചർ, നാരീശക്തിയിൽ വലിയ വിശ്വാസം അർപ്പിക്കുന്ന ആളാണ് പ്രധാനമന്ത്രി, നമുക്കറിയാം. എനിക്ക് തോന്നുന്നു ടീച്ചർക്ക് ഈ തിരഞ്ഞെടുപ്പും ഫലം വരുന്നതിന് മുൻപ് ചുമതല ഏറിയതായി തോന്നുന്നുണ്ട് അദ്ദേഹത്തിന്റെ കോൾ വന്നതിന് ശേഷം. ചുമതല എടുക്കാൻ തയ്യാറായിട്ടാണല്ലോ ഞാനിതിന് വന്നത്. എനിക്ക് അങ്ങനെ ചുമതല എടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. എത്ര ചുമതല അദ്ദേഹം തന്നാലും ഞാനത് സന്തോഷത്തോടു കൂടി ശിരസാവഹിക്കാൻ തയ്യാറാണ്. അത് അദ്ദേഹം എന്നോട് പറഞ്ഞു. എനിക്ക് എന്റെ കഴിവിൽ വിശ്വാസമുണ്ട്, എന്റെ കഴിവിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടെന്നാ പറഞ്ഞത്. ഞാൻ ജയിക്കുമെന്ന് വിശ്വാസം ഉണ്ടെന്നാ പറഞ്ഞത്. ഓക്കെ, എന്തായാലും ടീച്ചർ വിജയാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന് വളരെയധികം നന്ദി ടീച്ചർ. സംസ്ഥാനത്ത് CPM-ന്റെ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി TN സരസുവിന് ഉറപ്പ് നൽകിയ സാഹചര്യം. ഇപ്പോൾ TN സരസു ടീച്ചർ തന്നെയാണ് ജനം TVയോട് നേരിട്ട് പ്രതികരിച്ചത്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അരുണിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അരുൺ, എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി വലിയ രീതിയിലൊരു ആത്മവിശ്വാസത്തിലൊപ്പം തന്നെ ഒരു അപ്രതീക്ഷിത ആഹ്ലാദത്തിലും ആ ഒരു കോൾ വന്നതിൻ്റെ ആഹ്ലാദത്തിലൊക്കെ തന്നെയാണ്. ടീച്ചർ പറയുന്ന ചുമതല ഏറ്റെടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത വ്യക്തിയാണ്, നമുക്കറിയാവുന്നതാണ്. എത്രയോ കുട്ടികളെ പഠിപ്പിച്ച് അവരുടെ വളരെ ശോഭനമായൊരു ഭാവിയിലേക്ക് കൊണ്ട് ചെന്നെത്തിച്ച ടീച്ചറാണ്. അപ്പോൾ പക്ഷേ ആലത്തൂരിൻ്റെ ആ ഒരു ഭാവിയും ടീച്ചറുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുന്നു. വോട്ടർമാർക്കും അത് ഉറപ്പിക്കാം അല്ലേ? തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഒരു സ്ഥാനാർത്ഥിയെ വിളിക്കുന്നു എന്നുള്ളത് എത്രമാത്രം അവർക്ക് പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നത് കൂടെയായി മാറുകയാണ് എന്നുള്ളതാണ് ലക്ഷ്മി. ഏതായാലും ഈ ഡോക്ടർ TN സരസുവിനെ ഫോണിൽ വിളിച്ച് അദ്ദേഹം വിക്ടോറിയ കോളേജിലെ ആ ഒരു കാലഘട്ടത്തെ അവർ നേരിടേണ്ടി വന്ന SFI എന്നുള്ള വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വലിയ അക്രമ രാഷ്ട്രീയം, അതിന് ഇരയാവേണ്ടി വന്ന സംഭവം ഉൾപ്പെടെ പ്രധാനമന്ത്രി ആരാഞ്ഞു. അതെല്ലാം അദ്ദേഹത്തോട് പങ്കുവച്ചു എന്നുള്ളതാണ് ഡോക്ടർ TN സരസു കുറച്ചു മുമ്പ് നമ്മളോട് പറഞ്ഞത്. ഏതായാലും അതെല്ലാം വളരെ സൂക്ഷ്മം തന്നെ അദ്ദേഹം നിരീക്ഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ കേരളത്തിലെ ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും സഹകരണ മേഖലയിലെ ഉൾപ്പെടെ വിഷയങ്ങൾ പറയുമ്പോഴും അതിൽ കൃത്യമായ നടപടി ഉണ്ടാവും എന്ന് ഉൾപ്പെടെയാണ് അടിവരയിട്ടുകൊണ്ട് പ്രധാനമന്ത്രി ഡോക്ടർ TN സരസുവിന് ഏതായാലും ഉറപ്പ് നൽകിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2016 മാർച്ച് 31 SFI ഇത്തരത്തിൽ കുഴിമാടം തീർത്ത് വലിയ രീതിയിലുള്ള അവഗണനയും ക്രൂരതയും ഒരു അധ്യാപികയ്ക്ക് നേരിടേണ്ടി വരുന്നു. അതിനുശേഷം ആ അധ്യാപിക പിന്നീട് 2019 കൃത്യമായ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള
ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ ടി.എൻ. സരസു. ഇടത് അധ്യാപക സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അവരുടെ കുടുംബം ഉൾപ്പെടെ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു. അവിടെ നിന്നുമാണ് അവർ 2019 BJP-യിലേക്ക് എത്തുന്നത്. ഏതായാലും ആ BJP-യിലേക്ക് എത്തിയതിനു ശേഷം ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയായി ആലത്തൂരിൽ എത്തുന്നു. ആലത്തൂരിൽ എത്തുന്ന സമയത്ത് ആലത്തൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്ടർ ടി.എൻ. സരസു എന്നുള്ള വ്യക്തി വളരെ അപരിചിതയല്ല. അവർക്കെല്ലാം അറിയാവുന്ന വളരെയേറെ വാർത്തകളിലൊക്കെ മുമ്പ് നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്ന വ്യക്തിത്വമാണ്. ഒപ്പം തന്നെ മറ്റ് രണ്ട് ഈ BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്ടർ ടി.എൻ. സരസു ഏതായാലും പ്രധാനമന്ത്രിക്ക് ഇത്രയേറെ അടുപ്പമുള്ള അല്ലെങ്കിൽ പ്രധാനമന്ത്രി നേരിൽ പോലും വിളിക്കുന്ന തരത്തിലൊരു ബന്ധമുള്ള വ്യക്തിയാണ് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉൾപ്പെടെ BJP-ക്ക് ഏതായാലും വലിയ ഗുണം ചെയ്യുമെന്നുള്ളതിൽ തർക്കമില്ല. ഒപ്പം തന്നെ NDA ക്യാമ്പുകളിൽ ഈ പ്രധാനമന്ത്രി തന്നെ സ്ഥാനാർത്ഥിയെ നേരിട്ട് വിളിച്ചു എന്നുള്ളത് NDA ക്യാമ്പുകളിൽ വരും ദിവസങ്ങളിൽ വലിയ ഊർജം പകരുവാനും ഈ ഡോക്ടർ ടി.എൻ. സരസുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അത് വലിയ ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് NDA ക്യാമ്പുകൾ എല്ലാം വിലയിരുത്തുന്നത്. നിലവിൽ ഏതായാലും സ്ഥാനാർത്ഥിയായാലും സ്ഥാനാർത്ഥിയോടൊപ്പമുള്ള നേതാക്കളായാലും ഒക്കെ വലിയ സന്തോഷത്തിലാണ്. രാജ്യത്തിന്റെ പ്രധാന സേവകൻ തന്നെ ഇത്തരത്തിൽ നേരിട്ട് വിളിച്ചിരിക്കുന്നു എന്നുള്ളത്. തീർച്ചയായും അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.